Good morning. Today we are going to see the translation exposure. And നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്താണെന്നാണ്. ഇന്ന് ട്രാൻസ്ലേഷൻ എക്സ്പോഷർ. I have explained what is translation exposure. I mean നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ളതെല്ലാം ഹോം കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മുടെ അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡിംഗ് നടത്തുന്ന ഒരു എക്സ്പോർട്ടർ ആണെങ്കിൽ നമ്മളുടെ ഫോറിൻ സബ്സിഡറി കമ്പനിയിലുള്ള എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മുടെ ഹോം കറൻസിയിലേക്ക് ഒരു എനി ഗിവൺ പീരീഡിലും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ്, ആ ഒരു കൺവേർഷനിൽ നമുക്ക് വരുന്ന ലോസിനെയാണ് ട്രാൻസ്ലേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്. Whenever the parent tries to consolidate the position of subsidiaries in their books, the translation exposure comes into existence. Clear? അപ്പോൾ it is also known as accounting exposure or balance sheet exposure. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ നമ്മൾ അസറ്റും ലയബിലിറ്റിയൊക്കെ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഫ്ലക്ച്വേഷനിൽ വരുന്ന ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റിനെയാണ് ട്രാൻസ്ലേഷൻ എക്സ്പോഷർ ഓർ ദാറ്റ് റിസ്ക് ഇസ് നോൺ ആസ്. ക്ലിയർ? അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ന്യൂയോർക്കിൽ സബ്സിഡറി ഉണ്ട്. ആ ഒരു സബ്സിഡറിയുടെ അസറ്റ് സപ്പോസ് ഇറ്റ് ഇസ് $1 million. നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡോളർ റേറ്റിലുള്ള എല്ലാം റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും വാല്യൂ ഒക്കെ ചേഞ്ച് ആവും. ഒന്നുകിൽ ലോസ് ആവും അല്ലെങ്കിൽ ഗെയിൻ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സിംപ്ലി ട്രാൻസ്ലേഷൻ എക്സ്പോഷർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ക്ലിയർ? ആൻഡ് യു ഹാവ് വേരിയസ് മെത്തേഡ്സ് ഓൾസോ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഫങ്ഷണൽ കറൻസി എന്ന് രണ്ട് ടൈപ്പ് ഓഫ് കറൻസീസ് ഉണ്ട്. പാരൻറ്റ് കറൻസി ആൻഡ് ഫങ്ഷണൽ കറൻസി. ഫങ്ഷണൽ കറൻസി എന്ന് പറയുമ്പോൾ ഏതിലേക്കാണോ നമ്മൾ ആ ഒരു ഫങ്ഷണൽ ഫോറിൻ ഓപ്പറേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മളുടെ ലോക്കൽ കറൻസി, ഇറ്റ് ഈസ് യൂഷ്വലി ദ ഫോറിൻ കറൻസി ഓർ ലോക്കൽ കറൻസി. പാരൻറ്റ് കറൻസി എന്ന് പറയുമ്പോൾ പാരൻറ്റ് കമ്പനി ലൊക്കേറ്റ് ചെയ്ത പ്ലേസ്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ ന്യൂയോർക്കിൽ ആയിരുന്നു നമ്മുടെ സബ്സിഡറി, പാരൻറ്റ് കമ്പനി ഇന്ത്യയിലാണ്. പാരൻറ്റ് കറൻസി ഈസ് ഇന്ത്യൻ റുപ്പീസ് ആൻഡ് ഫങ്ഷണൽ കറൻസി ഈസ് പിന്നെ ലോക്കൽ കറൻസി, അവിടുത്തെ ഡോളറിനെയാണ് നമ്മൾ ഫങ്ഷണൽ കറൻസി ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ക്ലിയർ? ആൻഡ് യു ഹാവ് വേരിയസ് മെത്തേഡ്സ് ഓഫ് ഫോറിൻ കറൻസി ട്രാൻസ്ലേഷൻ. ഫോറിൻ കറൻസി ട്രാൻസ്ലേഷനിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ കമ്പനി വേറെ കൺട്രി ആയിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബ്രാഞ്ചസും സബ്സിഡറീസും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ നമ്മുടെ കറൻസിയിലേക്ക് മാറ്റണമെന്ന് ഉള്ളതാണ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഇസ് ഫസ്റ്റ് മെത്തേഡ് ഇസ് കറൻറ്റ് റേറ്റ് മെത്തേഡ്. ക്ലിയർ? കറൻറ്റ് റേറ്റ് മെത്തേഡാണ്. കറൻറ്റ് റേറ്റ് മെത്തേഡാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. കറൻറ്റ് റേറ്റ് മെത്തേഡിൽ ബാലൻസ് ഷീറ്റിലെയും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെയും എല്ലാ ഐറ്റംസും ഇപ്പോഴത്തെ സ്പോട്ട് റേറ്റിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ കറൻറ്റ് സ്പോട്ട് റേറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതായത് പ്രപ്പോർഷൻ റേഷ്യോ ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ പിന്നെ MNC ഒരു ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാ വെച്ചാൽ എല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ലോസാണ് ഗെയിനാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ. ക്ലിയർ? അപ്പോൾ MNCs വിൽ എക്സ്പീരിയൻസ് ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് ഫ്രം ദ അപ്രിസിയേഷൻ ഓർ ഡിപ്രിസിയേഷൻ. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എല്ലാം നമ്മുടെ കറൻറ്റ് റേറ്റിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണത്. സോ ഒബ്വിയസ്ലി ലോസ് ഓർ ഗെയിൻ ഉണ്ടാവും. എല്ലാ അസറ്റും ലയബിലിറ്റിയും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കറൻറ്റ് റേറ്റിലാണ്. ക്ലിയർ? അതേപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വിറ്റി ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണത് മാത്രം ഹിസ്റ്റോറിക്കൽ റേറ്റിലാണ്. ക്ലിയർ? ഇതാണ് ഫസ്റ്റ് കറൻറ്റ് റേറ്റ് മെത്തേഡ്. ഇനി അടുത്തത് ഒരു കറൻറ്റ് ഓർ നോൺ കറൻറ്റ് മെത്തേഡാണ്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ അറിയോ,
എല്ലാ കറൻറ്റ് അസറ്റും ശ്രദ്ധിക്കണം. നേരത്തെ എല്ലാ അസറ്റും ലയബിലിറ്റിയും കറൻറ്റ് റേറ്റിലാന്ന് പറഞ്ഞു. ഇവിടെ പ്രത്യേകം റിപ്പീറ്റ് ചെയ്യണം. ദ കറൻറ്റ് അസറ്റ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റി. നമുക്ക് ഉണ്ടാവുന്ന ഫുൾ അസറ്റ് ആൻഡ് ലയബിലിറ്റിയിൽ കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും കറൻറ്റ് സ്പോട്ട് റേറ്റിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണത്. സപ്പോസ് ദ സ്പോട്ട് റേറ്റ് ഇസ് 82 റുപ്പീസ്. ആ 82-ലായിരിക്കും കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യണത്. ക്ലിയർ? നോൺ കറൻറ്റ് അസറ്റും നോൺ കറൻറ്റ് ലയബിലിറ്റിയും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റിലാണ്. അതായത് പണ്ട് ഉണ്ടായിരുന്ന എക്സ്ചേഞ്ച് റേറ്റിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണത്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ ഉള്ളത് കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയാണ്. അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണത് നമ്മുടെ കറൻറ്റ് റേറ്റിലാണ്. ദിസ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ്. ക്ലിയർ? ആൻഡ് തേർഡ് മെത്തേഡ് ഇസ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മെത്തേഡ്. മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മെത്തേഡിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. ക്ലിയർ? അതായത് ഒരു ക്ലെയിം, ഒരു ഐറ്റം റെപ്രസെൻറ്റ് ചെയ്യണത് എങ്ങനെയാ വെച്ചാൽ ക്ലെയിം ടു പേ, ക്ലെയിം ടു റിസീവ്. നമുക്ക് കിട്ടാനുള്ള ഐറ്റം, കൊടുക്കാനുള്ള ഐറ്റം, ക്യാഷ്, അക്കൗണ്ട്സ് റിസീവബിൾ, അക്കൗണ്ട്സ് പേയബിൾ, അതൊക്കെ മോണിറ്ററി ഗ്രൂപ്പിലാണ്. ക്ലിയർ? അതായത് പൈസയുടെ ഫ്ലോ ഉള്ള സാധനങ്ങളാണ്. നേരെ മറിച്ച് ഫിസിക്കൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, ഫിക്സഡ് അസറ്റ്, ഇൻവെൻട്രി, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊക്കെ നോൺ മോണിറ്ററിയാണ്. ക്ലിയർ? അതായത് പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് മോണിറ്ററി ഐറ്റംസൊക്കെ കറൻറ്റ് സ്പോട്ട് റേറ്റിലും നോൺ മോണിറ്ററി ഐറ്റംസൊക്കെ ഹിസ്റ്റോറിക്കൽ സ്പോട്ട് റേറ്റിലുമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണത്. ക്ലിയർ? അപ്പോൾ അവിടെ നമ്മൾ ഡിപ്രിസിയേഷനൊക്കെ ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതും നോർമലി നമ്മൾ നോക്കുക വെച്ചാൽ കറൻറ്റും നോൺ കറൻറ്റ് മെത്തേഡുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ മോണിറ്ററി ക്ലാസിഫിക്കേഷനിൽ ഇൻവെൻട്രി ഒന്നും പെടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ, കറൻറ്റ് മെത്തേഡിൽ ഇൻവെൻട്രി ഈസ് ഇൻക്ലൂഡഡ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ടെമ്പറൽ മെത്തേഡ്. അതാണ് ലാസ്റ്റ് മെത്തേഡ്. ഇതിൽ ലാസ്റ്റ് മെത്തേഡാണ് ടെമ്പറൽ മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഇതിൽ ഫിക്സഡ് അസറ്റൊക്കെ എപ്പോഴും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാവും. അതേപോലെ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ വെച്ചിട്ടുള്ള എല്ലാ അസറ്റും ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ക്ലിയർ? നേരെ മറിച്ച് മറ്റേ നോർമൽ നമ്മളുടെ ഇപ്പോഴുള്ള വാല്യൂവിൽ വെച്ചിട്ടുള്ളതൊക്കെ കറൻറ്റ് റേറ്റിലാണ്. ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിൽ വെച്ചിട്ടുള്ളതൊക്കെ കറൻറ്റ് റേറ്റിൽ, അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണത്. ടെമ്പറൽ മെത്തേഡ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മെത്തേഡുമായിട്ട് വളരെ സിമിലാരിറ്റിയാണ്. ക്ലിയർ? പക്ഷേ ഇവിടെ ടെമ്പറൽ മെത്തേഡിൽ ഇൻവെൻട്രി കറൻറ്റ് എക്സ്ചേഞ്ച് റേറ്റിലാണ്. കാരണം ഇൻവെൻട്രി എപ്പോഴും മാർക്കറ്റ് വാല്യൂവിലാണ് കാണിക്കുക. പക്ഷേ മോണിറ്ററി ഓർ നോൺ മോണിറ്ററി മെത്തേഡിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻവെൻട്രി ഈസ് ക്ലാസിഫൈഡ് ആസ് എ നോൺ മോണിറ്ററി മെത്തേഡ് ആൻഡ് ഈസ് ട്രാൻസ്ഫർ ടു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റേറ്റ്. ക്ലിയർ? ദീസ് ആർ ദ മെത്തേഡ്സ്. ഈ ഒരു ഫോറിൻ കറൻസി ട്രാൻസ്ലേഷനിൽ വരുന്ന മെത്തേഡ്സ് ആണ്. ക്ലിയർ? അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ എക്സ്പോഷർ വരുന്ന സമയത്ത് കമ്പനിക്ക് ഉണ്ടാവുന്ന എക്സ്പോഷറിൽ നമുക്ക് കുറച്ച് 2 ടെക്നിക്സ് ഉണ്ട് പഠിക്കാൻ. അതായത് കമ്പനിക്ക് ഒന്നുകിൽ ലോസ് ആവും അല്ലെങ്കിൽ ഗെയിൻ ആയിരിക്കും. അപ്പോൾ അതിനൊരു ആ റിസ്ക് മിനിമൈസ് ചെയ്യണം. ആ റിസ്ക് മിനിമൈസ് ചെയ്യാൻ പല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. അതിനുള്ള 2 മെത്തേഡ്സാണ് ബാലൻസ് ഷീറ്റ് ഹെഡ്ജും കോൺട്രാക്റ്റൽ ആൻഡ് നാച്ചുറൽ ഹെഡ്ജും. ക്ലിയർ? 2 മെത്തേഡ്സാണ്. ബാലൻസ് ഷീറ്റ് ഹെഡ്ജ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹെഡ്ജാണ്. ട്രാൻസ്ലേഷൻ എക്സ്പോഷർ എപ്പോഴാണ് എമേർജ് ചെയ്യണമെന്ന് വെച്ചാൽ നെറ്റ് അസറ്റും നെറ്റ് ലയബിലിറ്റിയും തമ്മിലൊരു മിസ്മാച്ച് വരുമ്പോഴാണ്. ഒരു ബാലൻസ് ഷീറ്റ് ഹെഡ്ജ് എന്ന് പറയുമ്പോൾ കറൻസി, അതായത് ഏത് കറൻസിയിലാണോ ഡിനോമിനേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കറൻസിയിൽ തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? ഒരു കമ്പനി നമ്മുടെ പെർട്ടിക്കുലർ നമ്മൾ ബാലൻസ് ഷീറ്റ് ഹെഡ്ജിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ മെത്തേഡിലും
അതായത് നമ്മൾ ഹിസ്റ്റോറിക്കൽ റേറ്റിൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ലേ എല്ലാ മെത്തേഡ്സിലും നമ്മൾ ഗെയിനും ലോസും നോക്കും, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് കമ്പയർ ചെയ്യുക എങ്ങനെ അറിയോ, ഹിസ്റ്റോറിക്കൽ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് വിൽ സി വിച്ച് ഈസ് ബെറ്റർ, ഏത് മെത്തേഡാണ് ബെറ്റർ. എല്ലാ അസറ്റും നമ്മൾ എഴുതും, എല്ലാ ലയബിലിറ്റീസും എഴുതും. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മോണിറ്ററി മെത്തേഡാണോ നോൺ മോണിറ്ററി മെത്തേഡാണോ കുറച്ചും കൂടി ബെനിഫിഷ്യൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഏത് കറൻസിയാണ് സ്ട്രോങ് അതൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക, വീക്ക് കറൻസി കുറച്ചും കൂടി സ്ട്രോങ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റും. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് കോൺട്രാക്ച്വൽ ആൻഡ് നാച്ചുറൽ ഹെഡ്ജസ്. ദ സെക്കൻഡ് മെത്തേഡാണ് കോൺട്രാക്ച്വൽ ആൻഡ് നാച്ചുറൽ ഹെഡ്ജസ്. അപ്പോൾ ബോറോവിങ്സ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഹെഡ്ജിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ്റെ എക്സ്പോഷർ ഉണ്ടാവും. പക്ഷേ നാച്ചുറൽ ഹെഡ്ജസിൽ അതില്ല. കാരണം നാച്ചുറൽ അല്ലെങ്കിൽ കോൺട്രാക്ട് ഹെഡ്ജ് യൂസ് ചെയ്തിട്ട് റിസ്ക് എങ്ങനെയാണ് കുറയ്ക്കണമെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഫ്യൂച്ചർ മാർക്കറ്റ്, ഓപ്ഷൻ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക വെച്ചാൽ ഫോർവേഡ് മാർക്കറ്റിൽ വിൽക്കും. ക്ലിയർ? അങ്ങനെ അല്ലെങ്കിൽ എക്സ്പോർട്ടർ ആണെങ്കിൽ ഫോർവേഡ് മാർക്കറ്റിൽ വിൽക്കുക, ഇമ്പോർട്ടർ ആണെങ്കിൽ ഫോർവേഡ് കറൻസിയിൽ വാങ്ങിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ഫോർവേഡും ഫ്യൂച്ചറൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫോർവേഡിൽ വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഏത് റേറ്റിനാണോ ഇതാവാൻ ഉദ്ദേശിച്ചാൽ ആ റേറ്റ് ആ ഫ്യൂച്ചർ ഇതിൽ നമുക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഒരു എക്സ്പോർട്ടർ ആണെങ്കിൽ വിൽക്കുന്നത് ഫോർവേഡിലാണെങ്കിൽ 3 മാസം കഴിഞ്ഞാലുള്ള റേറ്റ് നമുക്ക് നമ്മുടെ റിസ്ക് കുറച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഫോർവേഡിൻ്റെ മെക്കാനിസം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഫോർവേഡ് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ആൻഡ് ഇതിൽ രണ്ടിൻ്റെയും ഒരു ഡിഫറൻസ് ആണ്. യു ഹാവ് ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രാൻസാക്ഷൻ എക്സ്പോഷർ ആൻഡ് ട്രാൻസ്ലേഷൻ എക്സ്പോഷർ. അതിൻ്റെ വ്യത്യാസം യു ഹാവ് ടു സീ. ക്ലിയർ? അപ്പോൾ പിന്നെ ട്രാൻസ്ലേഷൻ എക്സ്പോഷറിൽ കംപ്ലീറ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് വെച്ചിട്ടാണ്, ട്രാൻസാക്ഷൻ എക്സ്പോഷറിൽ അങ്ങനെയല്ല. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഗെയിൻ ആൻഡ് ലോസ് കുറച്ചും കൂടിയും ഈസി ആയിട്ടുള്ളത് ട്രാൻസാക്ഷൻ എക്സ്പോഷറിലാണ്. ട്രാൻസ്ലേഷൻ എക്സ്പോഷറിൽ അത്ര ഈസി ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഓപ്പറേറ്റിംഗ് ഹെഡ്ജ്. ഓപ്പറേറ്റിംഗ് ഹെഡ്ജ് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ അഫയേഴ്സ്, ചേഞ്ച് ഇൻ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ ആസ് എ റിസൾട്ട് ഓഫ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്. പെട്ടെന്നുണ്ടാവുന്ന എക്സ്ചേഞ്ച് റേറ്റിലെ വ്യത്യാസം കൊണ്ട് നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ. ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ റവന്യൂ കോസ്റ്റും കൂടിയിട്ടുള്ള കമ്പാരിസൺ ആണ്. ക്ലിയർ? ഒരു ഇന്ത്യൻ ഫേമിന് ഒരു ട്രാൻസാക്ഷനും ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഒരു എക്സ്പോർട്ടും ഇല്ല, ഒരു ഇമ്പോർട്ടും ഇല്ല. പക്ഷെ അവരുടെ കോമ്പറ്റേറ്റർ ഫേംസ് ഭയങ്കരമായിട്ട് റോ മെറ്റീരിയലൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ജപ്പാനിൽ നിന്ന്. അപ്പോൾ ഫേം ഇസ് എക്സ്പോസ് ടു ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഭാവിയിലുള്ള റവന്യൂവിൽ ഒരു ഇഷ്യൂ, ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ജപ്പാനിൽ നിന്നുള്ള ഇമ്പോർട്ട് ചീപ്പറായാൽ കോമ്പറ്റീറ്റർ നമ്മുടെ കൂടെയുള്ള നമ്മൾക്ക് എക്സ്പോർട്ടിങ്ങും ഇല്ല ഇമ്പോർട്ടിങ്ങും ഇല്ല, പക്ഷെ നമ്മുടെ കോമ്പറ്റീറ്റർക്ക് ഉണ്ട്, എക്സ്പോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യണത്, ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് സെല്ല് ചെയ്യണത്. അവിടെ സപ്പോസ് അവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് ചീപ്പറായി കഴിഞ്ഞാൽ അവർക്ക് പ്രോഡക്റ്റ് കുറച്ചും കൂടിയും റിലേറ്റീവ്ലി ചീപ്പറായിട്ട് നാട്ടിൽ വിൽക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളുടെ പ്രോഡക്റ്റിനെ എഫക്റ്റ് ചെയ്യും. ക്ലിയർ? സോ ഇൻ ഷോർട്ട്, ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് എഫക്റ്റ് ദ കമ്പനീസ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ. നമ്മുടെ കോമ്പറ്റീഷനാണ് അവിടെ എക്സ്പോസ്ഡ് ആവുന്നത്. അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്കണോമിക് എക്സ്പോഷർ. ഓപ്പറേറ്റിംഗ് എക്സ്പോഷറിനെ നമ്മൾ അതർവൈസ് വിളിക്കുന്ന പേരാണ് എക്കണോമിക് എക്സ്പോഷർ. ആൻഡ് യു ഹാവ് വേരിയസ് ടെക്നിക്സ് ഓർ മെത്തേഡ്സ്
of managing operating exposure. ഫസ്റ്റ് ആദ്യത്തെ മെത്തേഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇറ്റ് ഈസ് പ്യുവർലി തിയറി. 3 ടൈപ്പ് ഓഫ് ടെക്നിക്സ് ആണുള്ളത്. ഒന്ന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഒന്ന് പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസ്, ആൻഡ് തേർഡ് വൺ ഇസ് ഫിനാൻഷ്യൽ ഹെഡ്ജിങ്. ഫസ്റ്റ് വൺ ഇസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സെലക്ഷൻ ഓഫ് മാർക്കറ്റ്, പ്രോഡക്റ്റ് സ്ട്രാറ്റജി, പ്രൈസിംഗ് പോളിസി, പ്രൊമോഷണൽ സ്ട്രാറ്റജി, diversification of market, research and development, and product differentiation. Clear? അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ കുറയ്ക്കാനുള്ളത്, അതായത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസിൽ നമുക്ക് നഷ്ടം വരാതെ നമ്മുടെ റവന്യൂ, ഫ്യൂച്ചർ ആയിട്ടുള്ള റവന്യൂ നിലനിർത്താനുള്ളതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. അതിലാദ്യം നോക്കേണ്ടത് സെലക്ഷൻ ഓഫ് മാർക്കറ്റാണ്. അപ്പോൾ നമ്മുടെ ഫേം ഒരു എക്സ്പോർട്ടർ ആണെങ്കിൽ ഡൊമസ്റ്റിക് കറൻസി അപ്രിഷിയേറ്റ് ചെയ്യാനും ഡിപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലീവിങ് ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ആൻഡ് ടു ഡെവലപ്പ് ഫോർ ന്യൂ മാർക്കറ്റ്സ്. പുതിയ മാർക്കറ്റിലേക്ക് നമ്മളുടെ ഇത് പോവാം. അതായത് ഒരു ക്ലാസ് ഓഫ് കസ്റ്റമറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ വേറെയിലേക്കും നമ്മൾ പോവാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു കറൻസിയിലേക്ക് മാത്രമല്ല കൺവേർഷൻ വരിക, പല കറൻസിയിലേക്കും കൺവേർഷൻ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കറൻസിയായിട്ട് അപ്രിസിയേഷനും ഡിപ്രിസിയേഷനും വന്നാലും നമുക്ക് വേറൊരു കറൻസിയിൽ നമുക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് ഇസ് പ്രോഡക്റ്റ് സ്ട്രാറ്റജി, ദ സെക്കൻഡ് മെത്തേഡ്. ഫേമിന് ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ മാനേജ് ചെയ്യാൻ നമ്മുടെ പ്രോഡക്റ്റ് മോഡിഫൈ ചെയ്താൽ മതി. പുതുതായിട്ട് ഇന്നോവേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ കോമ്പറ്റീറ്ററെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗെയിൻ കിട്ടാൻ നമുക്ക് പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മോഡിഫിക്കേഷൻ കൊണ്ടുവരാം. അതാണ് പ്രോഡക്റ്റ് സ്ട്രാറ്റജിയിൽ. പ്രൈസിങ് സ്ട്രാറ്റജി അതെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൈസ് കൂട്ടാം, കുറയ്ക്കാം. ക്ലിയർ? അപ്പോൾ ഡോളർ പെട്ടെന്ന് ഡിപ്രിഷിയേറ്റ് ചെയ്തു വെച്ചാൽ അമേരിക്കൻ കമ്പനി നമ്മൾക്ക് എപ്പോഴും നഷ്ടമാവും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിന് വില കുറച്ചിട്ട് നമ്മുടെ ഡിമാൻഡ് കൂട്ടിയിട്ട് നമുക്ക് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? പ്രോഫിറ്റ് മാർജിൻ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയില്ലേ MRPനേക്കാളും ഭയങ്കര കുറച്ച് കൊടുക്കുക. MRP അതുപോലെ നിലനിർത്തിയിട്ട് നമ്മൾ 150 രൂപ MRP ഉള്ള ഒരു പ്രൊഡക്റ്റ് 100 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും. കാരണം നമ്മൾ വളരെ വില കുറച്ചിട്ടാണ് വിൽക്കണം എന്നുള്ളൊരു ഇംപ്രഷൻ നമ്മുടെ മാർക്കറ്റ് ഷെയർ കൂടാൻ ഒക്കെ കാരണമാവും. ക്ലിയർ? അപ്പോൾ പിന്നെ അല്ലാത്ത സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെക്കാളും നമ്മുടെ കോമ്പറ്റീറ്റർ വളരെ വില കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മാർക്കറ്റ് ഷെയറും അവർക്ക് കൂടുതൽ റവന്യൂവും ഉണ്ടാക്കും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 3 രീതിയിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജിയാണ് ഒരു ഫേം ചൂസ് ചെയ്യുക. ഒന്ന്, പാസ് ദ കോസ്റ്റ് ബേർഡൻ ടു ദ കസ്റ്റമേഴ്സ്. ഫേമിന് നമ്മുടെ കോസ്റ്റ് ബേർഡൻ, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് മാറ്റിയിട്ട് അത് കസ്റ്റമേഴ്സിന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അതൊരു രീതിയാണ്, പക്ഷെ അത് എത്ര സർവൈവ് ചെയ്യും എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ബേർഡൻ നമുക്ക് തന്നെ നിലനിർത്താം. അതായത് ഇൻക്രീസ് ചെയ്ത കോസ്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കാതെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കൂട്ടാതെ നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുക. ക്ലിയർ? അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ഫേം എന്താ ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ കോമ്പിനേഷൻ പലപ്പോഴും എന്താ വെച്ചാൽ അമേരിക്കൻ കമ്പനി വില കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ നേരിടാൻ നമുക്ക് പറ്റാറില്ല. ക്ലിയർ? അപ്പോൾ പിന്നെ നമ്മളിതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ്, ഒന്നുകിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടേണ്ടി വരും. കാരണം എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്, നമ്മളും ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇത് കസ്റ്റമേഴ്സിന് ആ ബേർഡൻ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അത് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഫേമിൽ തന്നെ നിർത്തുക. കാരണം പലപ്പോഴും കോസ്റ്റ് കൂട്ടേണ്ടതായിട്ടുള്ള സാഹചര്യം വരാറുണ്ട്. ആൻഡ് തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൈസിങ്ങിൽ പകുതി മാറ്റം വരുത്താം. ക്ലിയർ? അപ്പോൾ അങ്ങനെ പ്രൈസിങ്ങിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ
സോ പ്രൈസിങ് സ്ട്രാറ്റജി ഈസ് കൺസിഡേർഡ് ആസ് എ ബിഗ് തിങ്. അപ്പം നമ്മൾ ചില സമയത്ത്, എപ്പോഴും അല്ല, പ്രൈസിങ് സ്ട്രാറ്റജിയിൽ അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്താ വെച്ചാൽ അതൊരു ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ 70 രൂപ ആയിരുന്നു നമ്മളുടെ ഡോളർ റേറ്റ്, അത് 75 ആയിച്ചാൽ അവിടുന്ന് ഇവിടെ വന്ന് പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനിക്ക് അത്ര പ്രോഫിറ്റബിൾ ആയിക്കൊള്ളണം എന്നില്ല. ക്ലിയർ? അതായത് അവർ പ്രോഡക്റ്റ് വിറ്റിട്ട് അവർ പ്രൈസ് കൊണ്ടുപോകുമ്പോൾ തിങ്സ് വോണ്ട് ബി സിമിലർ. അപ്പോൾ ചില സമയത്ത് അപ്രിസിയേഷനോ ഡിപ്രിസിയേഷനോ അവരുടെ പുറത്തുനിന്നുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ പ്രോഫിറ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധ്യതയുണ്ട്. പക്ഷേ നാട്ടിൽ തന്നെ വിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ കോമ്പറ്റീഷനെ, ലോക്കൽ കോമ്പറ്റീഷനെ നേരിടാൻ മൾട്ടിനാഷണൽ കമ്പനീസിന് പ്രൈസ് എപ്പോഴും കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. ഒന്നുകിൽ അവർക്കുണ്ടാവണ നഷ്ടം മുഴുവൻ കസ്റ്റമേഴ്സിന് അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടിയിട്ട് എത്രത്തോളം അവരുടെ കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നു വെച്ചാൽ അത്രത്തോളം അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടേണ്ടി വരും. അപ്പോൾ അത് വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാം, പക്ഷെ അതൊരു സൊല്യൂഷനല്ല. അല്ലെങ്കിൽ പിന്നെ ആ നഷ്ടം കമ്പനി സഹിക്കണം. അല്ലെങ്കിൽ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൈസിങ്ങിൽ പകുതി മാറ്റം വരുത്തുക എന്നുള്ളതാണ് തേർഡ് മെത്തേഡ്. ആൻഡ് നെക്സ്റ്റ് ഇസ് പ്രമോഷണൽ സ്ട്രാറ്റജി. ക്ലിയർ? ഒരു പ്രമോഷണലായിട്ട് നമുക്കറിയാം പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അഡ്വർടൈസിങ്ങിനോ ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കുറച്ചും കൂടിയും പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂട്ടുക. നമ്മൾ നോർമൽ മാർക്കറ്റിംഗ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദ മാർക്കറ്റ്. ഫേമിന് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു മാർക്കറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ആൾക്കാർ കുറേ മാർക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഫേമിന് കൂടുതൽ കൂടുതൽ റിസർച്ചിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി നന്നാക്കി ഡെവലപ്പ് ചെയ്യുക. ദീസ് ആർ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇപ്പോൾ ടെക്നിക്സിൽ ഫസ്റ്റ് വണ്ണേ ആയിട്ടുള്ളൂ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ആൻഡ് സെക്കൻഡ് ഇസ് പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസ്. പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് വൺ ഇസ് ഫ്ലെക്സിബിൾ സോഴ്സിംഗ് പോളിസി. പ്രൊഡക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്രോഡക്റ്റ് സോഴ്സസ്, ഇൻപുട്ട് മിക്സിംഗ്, പ്ലാന്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയിൽ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്ലെക്സിബിൾ സോഴ്സിംഗ് പോളിസി. ആൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പല കൺട്രീസിൽ നിന്ന് സോഴ്സ് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാവണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ US നിന്ന് മാത്രം സാധനങ്ങൾ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യണതിന് പകരം കുറച്ച് US നിന്ന്, കുറച്ച് UK നിന്ന്, കുറച്ച് സ്വിറ്റ്സർലാൻഡിൽ നിന്ന്, അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു കൺട്രിയുടെ എക്സ്ചേഞ്ച് റേറ്റിന് വ്യത്യാസം വന്നാലും വേറൊരു കൺട്രിയുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇൻപുട്ട് മിക്സിംഗ്. ഇപ്പോൾ ചീപ്പറായിട്ട് ഒരു സോഴ്സിൽ നിന്നും കണ്ടെത്താൻ പറ്റുന്നില്ല വെച്ചാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ ഇൻപുട്സ്, മിക്സിംഗ് ദ ലോക്കൽ ഇൻപുട്സ് വിച്ച് മേ ബി ചീപ്പർ, അതും ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ റിസർച്ച് സ്ട്രോങ് ആവണം. പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ ചീപ്പർ ഇൻപുട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇൻപുട്ട്സായിട്ട് നമുക്ക് കൂടുതൽ പ്രപ്പോർഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ടെക്നോളജി ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് മിക്സിങ്ങിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് പ്രൊഡക്ഷൻ കുറച്ചും കൂടിയും ചീപ്പർ റേറ്റിൽ കിട്ടാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് കുറച്ചും കൂടിയും ചീപ്പർ റേറ്റിൽ കൊടുക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഇസ് പ്ലാന്റ് ലൊക്കേഷൻ. ഫേമിന് പ്ലാന്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. കറൻസി റേറ്റ് ഏറ്റവും കൂടുതൽ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഏറ്റവും കുറവായിട്ട് നമുക്ക് ഇൻപുട്ട് കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ പ്ലാന്റ്, നമ്മുടെ ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് അവിടെ എങ്ങനെയാ വെച്ചാൽ അത് കുറച്ചും കൂടി അഡ്വാൻറ്റേജാണ് കമ്പനിക്ക്. അവിടെ ലൊക്കേറ്റ് ചെയ്താൽ കുറച്ചും കൂടി റിലേറ്റീവ്ലി ചീപ്പറായിട്ട് റോ മെറ്റീരിയൽ കിട്ടാൻ പറ്റും. അവിടുത്തെ കറൻസിയും വളരെ ലോ റേറ്റിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് റേസിങ് ദ പ്രൊഡക്ടിവിറ്റി. വേറൊരു ഓൾട്ടർനേറ്റീവാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അതായത് നമ്മൾ പറയില്ലേ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലാൻസൊക്കെ ഫാക്ടറിയൊക്കെ ക്ലോസ് ചെയ്യുക, ഭയങ്കരമായിട്ട് ഓട്ടോമേറ്റഡ് ആക്കുക, അങ്ങനെ പുതിയ അഡോപ്റ്റിംഗ് ന്യൂ ടെക്നോളജി, ഇതൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മുടെ
പ്രൊഡക്ടിവിറ്റിയിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്യുക, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക, അതുവഴിയൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ സ്ട്രാറ്റജിക്ക് മാറ്റം വരുത്താൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് ലോ കോസ്റ്റ് പ്രൊഡക്റ്റ് സൈറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കുറവ് കോസ്റ്റിൽ ഏത് സൈറ്റിലാണ് ചെയ്യാൻ പറ്റണത്. ഇപ്പോൾ നമ്മളുടെ ഹോണ്ടയുടെ ഫാക്ടറി പല കൺട്രീസിൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻഡ് ലൊക്കേഷനിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് പോലെ പ്രൊഡക്ഷൻ സൈറ്റിൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പ്രൊഡക്ഷൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കഴിഞ്ഞു. പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസ് ടു ലോവർ ദ ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫിനാൻഷ്യൽ ഹെഡ്ജിങ്. അടുത്തത് എങ്ങനെയാ വെച്ചാൽ ഫിനാൻഷ്യൽ ഹോം കറൻസിയിലുള്ള അപ്രിസിയേഷനും ഡിപ്രിസിയേഷനും കൊണ്ട് എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും മാറ്റം വരും. അത് ഫിനാൻഷ്യൽ ഗെയിൻ ഓർ ലോസ് ഉണ്ടാക്കും. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, സെയിം തിങ് നമ്മൾ കണ്ടതാണ്, എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. കറൻസി സ്വാപ്പ്, ഫോർവേഡ്, ഫ്യൂച്ചർ ഓപ്ഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി ട്രാൻസാക്ഷൻ എക്സ്പോഷറിൻ്റെയും ഓപ്പറേറ്റിംഗ് എക്സ്പോഷറിൻ്റെയും ഡിഫറൻസ് നമുക്ക് പഠിക്കാവുന്നതാണ്. ക്ലിയർ?